ഇപ്പോൾ ശ്രീ സി കെ ഷാക്കിർ കൂടി ചേരുകയാണ്. ശ്രീ സി കെ ഷാക്കിർ, ഇവിടെ ഈ പലസ്തീൻ കോസ് എന്ന് പറയുമ്പോൾ അത് ഹമാസുമായിട്ട് ചേർത്ത് വെച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗും. അവിടെ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഹമാസ് അവിടെ പോരാടുന്നത് എന്നാണല്ലോ. രാജ്യം തന്നെ ഒരു നിലപാടെടുത്തപ്പോൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു ഇവിടെ UDF എടുത്തിരുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആ ഒരു നിലപാടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാ യോഗം കോഴിക്കോട് നടന്നപ്പോൾ അവിടെയും ലീഗിന്റെ പ്രതിനിധി പങ്കെടുത്തതാണ്. പക്ഷേ ഇവിടെ ആരുടെ കോസിന് വേണ്ടിയാണോ ഹമാസിനെ ചേർത്ത് വെച്ചിരുന്നത്, അവർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഹമാസ് വേണ്ട എന്ന്. ഹമാസിനെ അവർ തള്ളിപ്പറയുകയാണ്. അതാണല്ലോ ഇപ്പോൾ വടക്കൻ ഗാസയിൽ നടന്ന ഈ പ്രകടനം സൂചിപ്പിക്കുന്നത്. ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യമാണ് അവർ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണം, സമാധാനമാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഒരു ഭീകര സംഘടനയായിട്ടാണ് ഹമാസിനെ ഈ ജനത കാണുന്നത്. അപ്പോൾ നിലപാട് മാറ്റേണ്ട സമയമായിട്ടുണ്ടല്ലോ. അല്ല, ഇതൊരു നമ്മുടെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ രാഷ്ട്രീയ വിഷയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾ എനിക്കിവിടെ സൂചിപ്പിക്കാറുള്ളത്, ഇതൊരു സത്യസന്ധമായി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ മഞ്ജുഷനോട് ചോദിക്കട്ടെ, എനിക്കൊരു അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ 1.5 ലക്ഷത്തോളം ആളുകളാണ് ഈ ചെറിയ കാലത്തിലെടുക്കുക ഇപ്പൊ അടുത്ത കാലത്ത് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 17,000 കുട്ടികളുണ്ട്. നോക്കൂ, നിങ്ങൾ നിരപരാധികളായിട്ടുള്ള പിഞ്ചു കുട്ടികളെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ ആരെങ്കിലും അതിനെ അപലപിച്ചോ? അത് ഭീകരവാദമാണെന്ന് പറഞ്ഞോ? മഞ്ജുഷ, അറിയാൻ താല്പര്യമുണ്ട്. ഹമാസ് എന്ന് പറയുന്ന സംഘടന, അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഭരിക്കുന്ന ആളുകൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളോട് അഭിപ്രായം പറയാൻ അവകാശവുമുണ്ട്. പക്ഷേ ഇത്ര ക്രൂരമായി ഇസ്രായേൽ നടത്തുന്ന ബോംബിങ്ങിനെ, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ ആരാണ് അപലപിക്കാത്തത്? ആരാണ് അനുകൂലിക്കുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച്? ഇസ്രായേൽ നിലപാട് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ പലസ്തീൻ ഗാസയിലെ ആക്രമണം നിലപാടിനൊപ്പമാണ് നിങ്ങൾ മഞ്ജുഷ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ആ നിലപാടിനൊപ്പമാണ് ലീഗും UDF-ഉം ഇവിടുത്തെ മനുഷ്യരെല്ലാവരും ഉള്ളത്. അത് ഇന്ത്യയുടെ കാലങ്ങളായിട്ടുള്ള പോളിസിയാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോ ഐക്യരാഷ്ട്രസഭയിൽ ഒരു രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ പ്രമേയം വന്നത് ഏത് രാജ്യത്തിനെതിരെയെന്നറിയോ? ഇസ്രായേലിനെതിരെയാണ്. ഏറ്റവും കൂടുതൽ വീറ്റോ പവർ ഉപയോഗിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? ഇസ്രായേലിന് വേണ്ടിയാണ്. അപ്പൊ നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ ഇതിന് യഥാർത്ഥ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. യഥാർത്ഥ കാരണം എന്താണ്? 1948 ശേഷം, കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 4 ശേഷം ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യം അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരെ ആട്ടി ഓടിക്കുന്നു, ഉപദ്രവിക്കുന്നു, കൊലപ്പെടുത്തുന്നു. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1987 മാത്രമാണ് ഹമാസ് വരുന്നത്. നമുക്ക് ഓർമ്മയുണ്ടാവും, നേരത്തെ അദ്ദേഹം പറഞ്ഞ 69 മുതൽ ഏറെക്കുറെ 2004 വരെ യാസർ അറഫാത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പോലെയൊക്കെ ആ യാസർ അറഫാത്തിനെ പലസ്തീനിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ആ രാജ്യത്തിനൊപ്പമുള്ള പോളിസിയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ കാലത്തുൾപ്പെടെ ഏറെക്കുറെ അതേ നിലപാട് തുടരുന്നുണ്ട്. ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവിടെ ലീഗിനോ UDF-നോ അല്ല മറ്റു രീതിയിലോ നമ്മൾ രാഷ്ട്രീയമായി വേർതിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ നിലകൊള്ളുന്നത് സ്വതന്ത്ര ഫലസ്തീൻ എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ പോയി കുഴപ്പമുണ്ടാക്കി ചെറിയ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇനി വെസ്റ്റ് ബാങ്ക് ഗസയും മാത്രമാണ് ബാക്കിയുള്ളത്. നോക്കൂ, നിങ്ങൾ ഇപ്പൊ അടുത്ത ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഉടമ്പടിയുണ്ട്, കരാറുണ്ടാക്കി. ആ വെടിനിർത്തൽ കരാറുണ്ടാക്കി അത് ലംഘിച്ചു എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ ഉൾപ്പെടെ ബോംബിട്ട് 300 ആളുകളെ കൊലപ്പെടുത്തിയത് നമ്മൾ മെനിയാന്ന് കണ്ടു. അവിടെ കുട്ടികള്, വൃദ്ധര്, ഗർഭിണികള്. എന്താ നിങ്ങൾക്കാർക്കും മനസാക്ഷിയില്ല? 2023 ഒക്ടോബർ 7 സംഭവത്തെ നിങ്ങൾ പറയുന്ന സംഘടന 2023 ഒക്ടോബർ 7 അവിടെ ഇസ്രായേലിൽ അപലപിച്ചിട്ടുണ്ട്. പക്ഷെ ഹമാസ് പലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴും അവരെ വേണ്ട എന്ന് പലസ്തീൻകാർ പറയുകയാണ്. അതാണല്ലോ ആ പ്രകടനം നടക്കാൻ കാരണം. അല്ല മഞ്ജുഷേ, മഞ്ജുഷ പറയല്ലേ, നമ്മൾ അഭിപ്രായം നമ്മൾ പറഞ്ഞോട്ടെ, അത് നിങ്ങൾ പറയരുത്. നമ്മൾ അഭിപ്രായം കൃത്യമാണ്. നമ്മൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ രാജ്യത്തിനൊരു ഒരു വിദേശകാര്യ നിലപാട് ഇക്കാര്യത്തിലുണ്ട്, പലസ്തീൻ കാര്യത്തിലുണ്ട്. കേരളം നമ്മുടെ ദേശീയ നിലപാടിനൊപ്പമാണ്. ലീഗും കോൺഗ്രസും UDF നിങ്ങൾ പറഞ്ഞ എല്ലാവരും മനുഷ്യത്വമുള്ളവരെല്ലാവരും. അതിനപ്പുറത്ത് ഈ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെ പർവ്വതീകരിച്ച് അതിന് എത്രയോ ഇരട്ടി ക്രൂരത ചെയ്യുന്ന ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ ആരും രക്ഷണമുണ്ടെന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രീജിത്തിന്റെ ഒരു പോസ്റ്റ് FB-യിൽ കാണാനിടയായി.
അദ്ദേഹത്തിന്റെ പരാമർശമൊക്കെ സത്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പരാമർശം സത്യത്തിൽ വളരെ വേദനിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഇസ്രായേലിന്റെ ആക്രമണത്തെ എന്താ പറയാ ന്യായീകരിക്കുന്ന തരത്തിലൊക്കെ പിന്നെ പോസ്റ്റ് ഇടുമ്പോൾ സത്യത്തിൽ നമുക്ക് തോന്നും അത് കുട്ടികളെയും വൃദ്ധരെയും ഗർഭിണികളെയും ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളെ ഇത്ര ക്രൂരമായി ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി കൊലപ്പെടുത്തുമ്പോൾ, ആ രാജ്യം കുട്ടിച്ചോറാക്കുമ്പോൾ, നേരത്തെ എന്റെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞല്ലോ 70% ബിൽഡിങ്ങൾ കെട്ടിടങ്ങൾ അവിടെ നാമാവശേഷമായി. ഇപ്പൊ അത് അപലപിക്കേണ്ട കാര്യമാണ്. അത് മനുഷ്യത്വമുള്ള എല്ലാവരും അപലപിക്കുകയും ചെയ്യും, അപലപിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാക്കിർ. പക്ഷേ ഇതിന് കാരണക്കാരായി ഇപ്പോൾ പലസ്തീൻ ജനത, ഗാസയിലെ പലസ്തീൻ ജനത കാണുന്നത് ഹമാസിനെയാണ്. ഹമാസ് ഔട്ട് എന്ന് അതുകൊണ്ടാണ് അവർ പറയുന്നത്. ഇനി ഞങ്ങൾക്ക് ഇത് തുടരാൻ ആഗ്രഹമില്ല, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം, യുദ്ധമല്ല വേണ്ടതെന്ന്. അപ്പോൾ അപ്പോഴും ഹമാസിനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറല്ല. അതെ മഞ്ജുഷേ, അല്ല നമ്മൾ ഹമാസിനെ തള്ളിപ്പറയാനോ ഹമാസിനെ ചേർത്ത് പിടിക്കാനില്ല. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, പലസ്തീൻ ജനതയ്ക്ക് ആ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം വേണം എന്നാണ് നമ്മളുടെയൊക്കെ താല്പര്യം. അവിടെ എന്ത് ഹമാസ് അല്ലെ PL വേറെ എന്ത് വേണം? ആർക്കാ അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളത്? നമുക്കാർക്കില്ലല്ലോ. അവിടെ ഹമാസ്, ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1947 ഈ രാജ്യം പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ രാജ്യം പ്രഖ്യാപിക്കുന്നു. 1948 മാർച്ച് 4-ാം തീയതി UN ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് കുഴപ്പമാണ്. ഇപ്പൊ 987 ഇവർ വന്നത്. 2007 മാത്രമാണ് ഗാസയിൽ ഇവർക്ക് ചെറിയൊരു ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായത്. പിന്നീട് ഇവരുടെ ഭരണം പൂർണ്ണമായി പിടിച്ചെടുക്കുകയാണ്. അതിന്റെയൊക്കെ പിൻബലം എന്താണെന്ന് വെച്ചാൽ നിരന്തരമായി ഇസ്രായേലും അമേരിക്കയും ആ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായി ആളുകൾ അതിനൊപ്പം ചേർന്ന് പോയതാണ്. ആ ചേർന്ന് പോയതിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്നാണ് ആ നാട്ടുകാർ വിളിക്കുന്നത്. അപ്പൊ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയാണ് അവർ ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനയല്ല. അവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യം. ഹമാസ് എന്ന ഒരു സംഘടനയെ തെരഞ്ഞുപിടിച്ച് ആ ഹമാസിന്റെ പ്രവൃത്തികളെ മാത്രം പർവ്വതീകരിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശത്രു. പക്ഷേ ഷാക്കിർ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, അതിന് നേതൃത്വം വഹിക്കുന്നവരാണ് ഹമാസ് എന്ന് പറയുമ്പോൾ അതേ സംഘടനയ്ക്കെതിരെ നടക്കുന്ന പ്രൊട്ടസ്റ്റാണ് ഈ കാണുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് താങ്കൾ കാണുകയാണോ, അതോ ആരെങ്കിലും അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഹമാസിനെതിരെ എന്നാണോ? അല്ല, ഞാൻ മുമ്പ് ഇതേ ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹമാസിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകളുടെ അഭിപ്രായം അതൊരു സ്വതന്ത്ര പോരാട്ടത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ അഭിപ്രായത്തിൽ ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ കാരണക്കാർ ഈ പുതിയ ഒരു വർഷം മുമ്പ് പറഞ്ഞല്ലോ ഹമാസ് ആണ് കാരണക്കാർ. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹമാസിന്റെ പിന്നിലും ഹമാസിനെ വളർത്തിയതിന് പിന്നിലും അമേരിക്കയും ഇസ്രായേലുമാണ്. കാരണം PLOയെ തകർക്കാൻ വേണ്ടി ഹമാസിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അമേരിക്കയാണ്. ഉസാമ ബിൻ ലാദനെ വളർത്തിയതുപോലെ, ഇറാഖിൽ വിമതരെ വളർത്തിയതുപോലെ, യമനിൽ കൂത്തികളെ വളർത്തിയതുപോലെ ഒരു കാലത്ത് ഇത്തരം എല്ലാ അറബ് രാജ്യങ്ങളിലെയും വിമതരെ ഉണ്ടാക്കിയത്, അവർക്ക് ആയുധം നൽകിയത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. എന്നിട്ട് ഇവർ ശത്രുവിനെ പ്രതിഷ്ഠിച്ച് ഇവരുടെ താല്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു, ആയുധ വിൽപ്പന നടത്തുന്നു, അതുപോലെ തന്നെ രാജ്യം പിടിച്ചടക്കുന്നു, അവരുടെ എന്താ പറയാ മറ്റു താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇത് നമുക്ക് കൃത്യമാണ്. നിങ്ങൾ ഡാറ്റ പരിശോധിക്കുക.